flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us shoulder one's responsibility of a good citizen. Its history written in letters of gold inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its cause shall be our cause and that each individual amongst us shall make genuine effort to add its luster and glory and make it fly proudly aloft to the community of nations. Jai Hind. ആലുവ ദേശം ലയൺസ് ക്ലബിന്റെ ഗവർണർ വിസിറ്റ് മെസ്കർ റെസിഡൻസിയിൽ നടത്തി. ക്യാബിനറ്റ് ബോർഡ് മീറ്റിംഗിൽ ക്ലബിലെ പ്രമുഖ പരിപാടികളെയും നടത്തിപ്പിനെയും കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ക്ലബിന്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ശേഷം ജനറൽ ബോഡി മീറ്റിംഗിൽ MJF ആയ ലയൺ TT ജേക്കബ്, ലയൺ VK ബേബി, ലയൺ R ദിനേശ് പൈ എന്നീ അംഗങ്ങളെ ആദരിച്ചു. സെക്രട്ടറി ലയൺ വിജി ആന്റണി പ്രവർത്തന റിപ്പോർട്ട് വായിച്ചു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ നമ്പൂതിരിയെയും അദ്ദേഹത്തിന്റെ പത്നി ലയൺ ചിത്രരാജനെയും ലയൺ ഡിസ്ട്രിക്ട് ഫസ്റ്റ് VGD ലയൺ ഷൈൻ കുമാറിനെയും യോഗത്തിൽ ആനയിച്ചു. ലയൺ സോഗേഷ് കുമാറും ലയൺ സജിത്തും മുഖ്യ അതിഥികളെ പരിചയപ്പെടുത്തുകയും ശേഷം ലയൺ രാജൻ നമ്പൂതിരിയും ലയൺ ഷൈൻ കുമാറും പ്രസംഗിച്ചു. തുടർന്ന് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ജോർജ് ഷാജു, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ചെയർമാൻ ലയൺ സാംസൺ തോമസ്, ലയൺ വിനു വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സുനിൽ ജോസഫ്, സോൺ ചെയർപേഴ്സൺ ലയൺ പീറ്റർ കോയിക്കര, അവന്തിക ജെറോം തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു. ഗവർണറുടെ പ്രമുഖ പ്രോഗ്രാമായ കമ്മ്യൂണിറ്റി കിച്ചൺ ക്ലബിനു വേണ്ടി ലയൺസ് ക്ലബ് ആലുവ ദേശം സംഭാവന നൽകി. ഈ സംരംഭത്തിലേക്ക് ക്ലബിൽ നിന്നും അകമഴിഞ്ഞ സഹായിച്ച 3 പേരുണ്ട്. നമ്മുടെ പത്മലോചനൻ ഉണ്ണി എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. 9 മണി വരെ ആരെയും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. 9 മണിക്ക് ശേഷം ഒരു ചെറിയ മാനവി മൊബൈലിലേക്ക് നോക്കുന്നുള്ളൂ. അധിക പ്രസംഗം ചെയ്യുന്നില്ല. എല്ലാ അഭിനന്ദനങ്ങളും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഗവർണറുടെ വിസിറ്റ് പ്രകാരം മുറ്റത്തൊരു നന്മമരം എന്ന ആശയത്തിൽ ഒരു ഫലവൃക്ഷം നൽകുക എന്ന് പറയുന്ന കർത്തവ്യം ചെയ്യുന്നുണ്ട്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി PS സ്റ്റേഷൻ ലയൺ ശ്രീകുമാർ മുറ്റത്തൊരു നന്മ മരം പ്രൊജക്ടിന്റെ ഭാഗമായി ക്ലബിലേക്ക് ഒരു പ്ലാവിൻ തൈ സമ്മാനിക്കുകയുണ്ടായി. ലയൺ പ്രിൻസിന് ലക്കി നറുക്കെടുപ്പ് കിട്ടി. ക്ലബിന്റെ എല്ലാ മറ്റു അംഗങ്ങളും ഫാമിലി സഹിതം മീറ്റിംഗിൽ പങ്കാളികളായിരുന്നു. സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം ഗവർണർ വിസിറ്റ് പറഞ്ഞ ഡേറ്റിന് ചെയ്യാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ ചാർട്ടർ ഡേയും കൂടിയാണ്. ആ ചാർട്ടർ ഡേയിൽ തന്നെ നമ്മുടെ ഗവർണർ വിസിറ്റ് നടത്തണം എന്ന് ഒരു തീരുമാനം നമുക്കുണ്ടായിരുന്നു. അതനുസരിച്ച് അതിൻ്റെ ഡേറ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ഡിസ്ട്രിക്റ്റിനോട് ഒത്തുചേർന്ന് എല്ലാ പ്രൊജക്റ്റുകളും നമ്മുടെ ക്ലബിൻ്റെ മെമ്പർമാരുടെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്ക് പ്രസിഡൻ്റ് ആയതിനു ശേഷം ഇന്നിപ്പോൾ ഗവർണർ നമ്മുടെ ബോർഡ് മീറ്റിങ്ങിൽ ഗവർണർ സൂചിപ്പിച്ചതുപോലെ അണ്ണാറക്കണ്ണന് പിന്നാലായത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. എന്തുകൊണ്ടും ഇനിയുള്ള 6 മാസത്തെ പ്രൊജക്റ്റുകൾ കൂടെ ഉണ്ട്. നമുക്ക് ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട്. എങ്കിലും എല്ലാവരും സഹകരണത്തോടുകൂടി നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പും എനിക്കുണ്ട്. പിന്നെ നമ്മൾ ക്ലബിൻ്റെ
ക്ലബിന് എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും എല്ലാ പ്രോഗ്രാംസിനും ക്ലബിൻ്റെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു 100% ആയിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സമൃദ്ധി ഗവർണറിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും നമ്മൾ എല്ലാ മാസവും ചെയ്യുന്ന 100%ൻ്റെ 3 ഗഡുക്കൾ നമ്മളിന്ന് സമൃദ്ധിയിലേക്ക് സംഭാവനയായിട്ട് കൊടുക്കുന്നു. അത് നമുക്ക് അത് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് നമ്മുടെ 3 യൂണിറ്റ്, ഒരു യൂണിറ്റ് 5000 രൂപയാണ്, 3 യൂണിറ്റാണ് നമ്മൾ സംഭാവന കൊടുക്കുന്നത്. പ്രോഗ്രാമിന് വരാനുള്ള താമസമാണ് ഗവൺമെൻറ് വശം ഉണ്ടായത്. അത് മനഃപൂർവ്വമല്ല, ക്ഷമയോടുകൂടി തന്നെ അത് എടുക്കണം. എന്നിരുന്നാലും നമ്മളുടെ പങ്കെടുക്കാനെത്തിയ ഇന്നത്തെ It is my privilege to introduce our beloved District Governor, Lion Rajan Nambudiri, PMJ. Lion Rajan Nambudiri was born into the esteemed Nellikattumana family in Koothatukulam, Kerala. He currently serves as the Director of renowned Sridhariyam Ayurvedic Group, where his visionary leadership has propelled the institution to international acclaim. Under his guidance, the hospital has successfully integrated traditional Ayurvedic wisdom with the modern medical innovation, particularly in the field of eye health. He holds the MBA in Finance, which reflects his diverse interest and expertise in both healthcare and business management. Beyond his professional commitment, he is passionate about sports, particularly badminton. Additionally, he nurtures a deep-rooted cultural affinity through music, showcasing his talent on the drums and the traditional music form of Chenda. His involvement with the Lions Club of Koothatukulam began in 2006. Since then, he has ascended through various leadership roles, demonstrating unwavering dedication and exemplary leadership. He became the zone chairperson in 2015-16 and regional chairperson in 2016-17. A proficient organizer, he has set new standard for excellence in the Lions community. His role as the General Convener of District Cabinet Institution in 2017-18 held at the prestigious Adelaide Convention Center, showcased his ability to orchestrate large-scale events in the remarkable fence. As a General Convener of Lionelthon in 2017-18, he demonstrated creativity and leadership, earning numerous accolades at both the district and international level. His tenure as the District Cabinet Treasurer during 2018-19 term highlighted his exceptional administrative skills, contributing significantly to the district achievements. He was appointed second first District Governor for 22-23, followed by first District Governor for 23-24, culminating his current role as the District Governor of District 318C for the 24-25 terms. He is supported by his wife Lion Chitra Rajan and their 3 daughters Shraddha, Kritika and Mihika. His family serves as a source of strength and inspiration, encouraging him in his commitment to service the community welfare. In essence, Rajan Nambudiri PMJ exemplifies his transformative power of dedication and services. His remarkable achievements and unwavering commitment to the principles of Lionism reflect his passion for making positive impact in his community and beyond. It is with great pride I introduce our District Governor Rajan Nambudiri PMJ. Thank you. സ്വാഗതം ചെയ്യുന്നു. 2024-25 ഭരണസമിതി ചുമതലയേറ്റ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്. ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ 5/7/2024 സെക്കൻഡ് VDG ജയേഷ് VS MJS ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ നടത്തുകയുണ്ടായി. പ്രസ്തുത പരിപാടിയിൽ റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സുനിൽ ജോസഫ് MJF, സോൺ ചെയർപേഴ്സൺ ലയൺ പീറ്റർ കൊയ്കര എന്നിവർ സന്നിഹിതരായിരുന്നു. അന്നേ ദിവസം 3 പുതിയ അംഗങ്ങളുടെ ഇൻസ്റ്റലേഷൻ നടത്തുകയുണ്ടായി. മന്ത്ലി മീറ്റിംഗ് എല്ലാ മാസവും 10-നും 15-നും ഇടയിലുള്ള തീയതികളിൽ ബോർഡ് മീറ്റിംഗ് മുടക്കം കൂടാതെ കൂടുവാൻ സാധിച്ചിട്ടുണ്ട്.
ക്ലബിലെ മൊത്തത്തിലുള്ള അംഗസംഖ്യ കുറവായതിനാൽ എല്ലാ മാസവും ജനറൽ ബോഡി മീറ്റിംഗ് ആയാണ് നടത്തിപ്പോരുന്നത്. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ 21/7/2024 സിആർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്ന ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ ക്ലബിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുകയും 100% പാർട്ടിസിപ്പേഷൻ പോയിന്റ് ലഭിക്കുകയും ചെയ്തു. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ 3/8/2024 ആലുവ മെട്രോ സ്റ്റേഷനിൽ വെച്ച് 20 ഓട്ടോ ഡ്രൈവേഴ്സിന് 2 യൂണിറ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നൽകുവാൻ സാധിച്ചു. ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ M.O. ജോൺ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സോൺ ചെയർപേഴ്സൺ ലയൺ പീറ്റർ വൈകര സന്നിഹിതനായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഘോഷിക്കും 15/8/2024 വലിയത്തുനാടുള്ള വെൽഫെയർ ട്രസ്റ്റിൽ ആലുവയിലെ മറ്റു ലയൺസ് ക്ലബ്ബുകളുമായി സഹകരിച്ച് ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഘോഷിക്കും നടത്തുകയുണ്ടായി. പരിപാടിയിൽ റീജിയണൽ ചെയർപേഴ്സൺ ജോസഫ് MJF സന്നിഹിതനായിരുന്നു. ഗാർഡ് അസംബ്ലി 8/9/2024 പെരുമ്പാവൂർ ലയൺസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ ഗാർഡ് അസംബ്ലിയിൽ ക്ലബ്ബിലെ 5 അംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഓണം സെലിബ്രേഷൻ 22/9/2024 മൂവാറ്റുപുഴ ജേക്കബ്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്ന ഓണാഘോഷത്തിൽ 10 അംഗങ്ങൾ പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പ് 29/9/2024 വേൾഡ് ഹാർട്ട് ഡേയോടനുബന്ധിച്ച് ആലുവയിലുള്ള മറ്റു ലയൺസ് ക്ലബ്ബുകളുമായി ചേർന്ന് കുട്ടമശ്ശേരി ഗവൺമെൻറ് സ്കൂളിൽ വെച്ച് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ സാധിച്ചു. ശ്രീ അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സുനിൽ ജോസഫ് MJF സന്നിഹിതനായിരുന്നു. ക്യാമ്പ് 350-ലധികം ആളുകൾ പ്രയോജനപ്പെടുത്തി. ഹങ്കർ പ്രോജക്റ്റ് ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസങ്ങളിലെ ഹങ്കർ പ്രോജക്റ്റ് വലിയത്തുനാടുള്ള വെൽഫെയർ ട്രസ്റ്റിൽ വെച്ച് നടത്തുകയുണ്ടായി. കൂടാതെ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ തുക കമ്മ്യൂണിറ്റി കിച്ചണിൽ നൽകാനായി ബഹുമാനായ ഡിസ്ട്രിക്ട് ഗവർണർക്ക് ഈ ചടങ്ങിൽ ചെക്ക് കൈമാറുന്നതാണ്. കൾച്ചറൽ ഫെസ്റ്റ് 9/10/2024 കോലഞ്ചേരി ബ്രൂക്ക് സൈഡിൽ വെച്ച് നടത്തിയ തിരുവരങ്ങ് 2K24 ക്ലബിൽ നിന്നും 10 അംഗങ്ങൾ പങ്കെടുത്തു. 5000 രൂപ പേ ചെയ്യുകയുണ്ടായി. ട്രീ പ്ലാന്റിംഗ് 5/10/2024 നേച്ചർ കെയറിൻ്റെ ഭാഗമായി തോട്ടുമുഖത്തുള്ള ശിവഗിരി പബ്ലിക് സ്കൂളിൽ വെച്ച് ട്രീ പ്ലാന്റിങ്ങും അവയർനെസ് ക്ലാസ്സും നടത്തുകയുണ്ടായി. റീഡിംഗ് ആക്ഷൻ 15/11/2024 ആലുവയിലെ മറ്റു ക്ലബ്ബുകളുമായി സഹകരിച്ച് SNDP സ്കൂളിൽ വെച്ച് വായനക്കളരി നടത്തുകയുണ്ടായി. ക്ലബ് ഡ്യൂസ്, ഇൻ്റർനാഷണൽ ഡ്യൂസ്, ഡിസ്ട്രിക്ട് ഡ്യൂസ് എന്നിവ യഥാസമയത്തിന് മുന്നേ അടയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട്. SC റൈറ്റിംഗ് 30/12/2024 ആലുവയിലെ മറ്റു ലയൺസ് ക്ലബ്ബുകളുമായി സഹകരിച്ച് ഫീസ് അൺലിമിറ്റഡ് എന്ന വിഷയത്തിൽ കീഴ്മാട് ബ്ലൈൻഡ് സ്കൂളിൽ വെച്ച് SC റൈറ്റിംഗ് സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് റണ്ണിംഗ് എക്സ്പെൻസസ് 31/12/2024 ആലുവയിലെ മറ്റു ലയൺസ് ക്ലബ്ബുകളുമായി ചേർന്ന് അൻവർ മെമ്മോറിയൽ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ വിസിറ്റ് ചെയ്തതോടൊപ്പം 10,000 രൂപ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു. ക്ലബ് പോയിന്റ്സ് വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലബിന് ഇതുവരെ 66,700 പോയിന്റ് നേടുവാൻ സാധിച്ചിട്ടുണ്ട്. ക്ലബിലെ മുഴുവൻ അംഗങ്ങളുടെയും സഹകരണം കൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഗവർണറിന്റെ എല്ലാ കാര്യങ്ങളും ആലുവ ദേശം ക്ലബിന്റെ ഈ വർഷത്തെ ഏറ്റവും സമാരാധനായ പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ദിനേശ് ആർപ്പായി, അതുപോലെ ഈ ഡിസ്ട്രിക്റ്റിനെ അടുത്ത വർഷം മുന്നോട്ട് നയിക്കുവാനായിട്ട് എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സുഹൃത്തും എല്ലാവരുടെയും സന്തോഷ സഹകാരിയുമായിട്ടുള്ള ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ MK ഷൈൻകുമാർ, ഈ ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഒരു എണ്ണയുടെ യന്ത്രം പോലെ ഏറ്റവും സുഗമമായിട്ട് പ്രവർത്തിക്കാൻ 24/7 ഒഴിഞ്ഞു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഗവർണർ ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം എന്നൊക്കെ പറഞ്ഞേക്കാളും കൂടുതൽ നേരം ഇതിനു വേണ്ടിയിട്ട് ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ ജോർജ് സാജു, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രോഗ്രാമുകളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസ്, ഈ ക്ലബ് അടങ്ങുന്ന ഡിസ്ട്രിക്റ്റിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പ്രോഗ്രാമിന്റെ
സെക്രട്ടറിയും ഏറ്റവും നല്ല രീതിയിൽ ആ പ്രോജക്റ്റിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ ക്യാപ്റ്റൻ ബീനു വർഗീസ്, ഡിസ്ട്രിക്റ്റിന്റെ DG വിസിറ്റേഴ്സിനെ ഏറ്റവും ഭംഗിയായിട്ട് സുഗമമായ രീതിയിൽ ഏകോപിപ്പിക്കുന്ന, അതിനൊക്കെ ബുക്ക് ഇങ്ങനെ തുറന്നു വെച്ച് വായിച്ചു തുടങ്ങി ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ പലയിടത്തും ഇനി കുത്തിട്ടും കോമയായിട്ടും പോവാറാണ് ഞാൻ പതിവ്. പക്ഷെ പറയട്ടെ, ദിനേശ് സാറിന്റെ നേതൃത്വത്തിൽ ഈ ക്ലബിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഒരിടത്തും കുത്തും കോമയായിട്ട് അവശേഷിച്ച് എനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒട്ടുമിക്ക കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പോകുന്ന, ഏറ്റവും നിഷ്ഠയോടുകൂടി നല്ല ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് ഈ വർഷം ദേശം ക്ലബിന്റെ ഭാഗത്തുനിന്ന് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തരുന്നത് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയട്ടെ. പക്ഷേ ഇതൊന്നും റിപ്പോർട്ടിങ്ങിൽ പൂർണ്ണമായിട്ടും കാണുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. കാരണം കണ്ടസ്റ്റിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം ബോർഡ് മീറ്റിംഗിൽ എനിക്ക് പറയാൻ സാധിച്ചില്ല. പക്ഷെ അത് കൊണ്ടുവരണം. എന്നിരുന്നാലാണ് വരുന്ന ദിവസമുള്ള റെക്കഗ്നിഷന്റെ സമയത്ത് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു വെക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങേയറ്റം സന്തോഷം. ഈ 23-ാം വർഷം ആഘോഷിക്കുന്ന സെയിം ഡേ ഇവിടെ വന്ന് DG ഒരു ചിട്ട പോലെ, ഒരു നിഷ്ഠ പോലെ ഈ ക്ലബിന്റെ ഭാഗമായിട്ട് നിന്ന് DG വിസിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചത് അങ്ങേയറ്റം സന്തോഷം. ഈ ക്ലബിന് കഴിഞ്ഞ വർഷങ്ങൾക്ക് 2-3 വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും ഒഴിവ് വരാത്ത രീതിയിൽ എനിക്ക് വരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ കൂടെ അല്ലെങ്കിൽ ഒരു സന്തത സഹചര്യമായിട്ട് വിജയ് അടക്കമുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നേരത്തെ തൊട്ടുണ്ട്. ചെറുപ്പായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അങ്ങനെ നിലനിർത്തി പോകുന്ന ഒരു ബന്ധം, ആത്മബന്ധമുള്ള ഒരു ക്ലബ്ബാണ്. ഇതിനൊക്കെ ഉപരി എനിക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വയനാട് ദുരന്തത്തിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാവരും നമ്മൾ നേരിട്ട് കണ്ടും കേട്ടും അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ആദ്യമായിട്ട് എനിക്കൊരു കോള് വരുന്നത്, ആദ്യം ആ ഒരു ഇഷ്യൂ റേസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വരുന്ന കോള് വേറെ ആരുടെ അല്ല, ജേക്കബ് സാറിന്റെ ആയിരുന്നു. DG നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. സാർ നമുക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ ഒരു ലോഡ് വെള്ളം എപ്പോഴാ വേണ്ടതെന്ന് പറഞ്ഞോളൂ, ഞാൻ അവിടെ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞ ആദ്യത്തെ ഡിസ്ട്രിക്റ്റിലെ ആദ്യം സപ്പോർട്ട് ചെയ്ത, ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ആദ്യ കാലുവെപ്പ് നടത്തിയത് ജേക്കബ് സാറാണ്. തീർച്ചയായിട്ടും സാർ അതിൽ തുടക്കം ഒരു ഹമ്പിൾ ബിഗിനിങ് ആയിരുന്നു. സാറിന്റെ ആ ഒരൊറ്റ ഇതിൽ നിന്നാണ് നമ്മൾക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, നമുക്ക് ഇതുപോലെ സുമനസ്സുകൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ, തിരിച്ചറിവ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് തുടങ്ങിയത് അന്നെടുത്ത ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട് 25-26 ലക്ഷം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഫൗണ്ടേഷൻ അക്കൗണ്ടിലേക്ക് നമുക്ക് തിരിച്ച് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് വന്നത്. തീർച്ചയായിട്ടും അതൊരു മോട്ടിവേഷൻ ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു വെക്കട്ടെ. ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ ക്ലബ് ഓഫീസേഴ്സിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും വെബ്സാർ അടക്കമുള്ള ക്യാബിനറ്റ് മെമ്പേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ഞാൻ ഈ അവസരത്തിൽ, എനിക്ക് ഡയറക്ടറോട് മീറ്റിംഗിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിച്ചില്ല. പക്ഷേ ഈ ജനറൽ ബോഡി മീറ്റിംഗിൽ പറഞ്ഞു വെക്കട്ടെ, എല്ലാവരും തരുന്ന ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തരുന്ന സപ്പോർട്ട് അത്രയധികം മഹനീയമാണ്, മഹത്തരമാണ് എന്നുള്ള കാര്യം കൂടെ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കട്ടെ. തീർച്ചയായിട്ടും ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ കാണുന്നതിൽ മെമ്പർഷിപ്പ് ഗ്രോത്ത് മെൽസിഎഫും കുറച്ചുകൂടി രീതിയിൽ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ദേശം ക്ലബിൽ നിന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ വയ്ക്കുകയാണ്. കാരണം ഈ വർഷത്തെ നമുക്ക് 20 മെമ്പേഴ്സുള്ള ക്ലബ്ബ്, നിലവിൽ ഇപ്പോൾ 20 മെമ്പേഴ്സ് ആണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതിൽ നിന്ന് ഒരു മെമ്പർഷിപ്പ് അഡീഷൻ മിഷൻ 1.5 എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ അതിൽ ദേശം ക്ലബ്ബ് പോലെ സീനിയർ മോസ്റ്റ് ആയിട്ട് ക്ലബിന്റെ ഒരു സഹകരണം, സാന്നിധ്യവും അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യരായ മെമ്പേഴ്സിനെ നമ്മുടെ കൂടെ ഉള്ളവരെ കൂട്ടിച്ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യവും, അതുപോലെ ഈ സാറ്റർഡേയിൽ MJFനെ ഓണർ ചെയ്യുന്ന ഒരു അവസരത്തിൽ ഈ ക്ലബിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിലവിലെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് LCF ഫൗണ്ടേഷനിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത കാണിക്കണമെന്നുള്ളതുപോലെ പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റൊന്നും അധികം ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ വർഷാവസാനം അധികം താമസമില്ല, ഇനി ഇരട്ടി വിളിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ തീർന്നു പോകുന്നത്. ഒരു 3 മാസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അവാർഡ് നൈറ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ നിലച്ചിരിക്കാത്ത രീതിയിലാണ് സമയങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഞാൻ മീറ്റിങ്ങിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ക്ലബിന്റെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ക്ലബ്ബ് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ പറയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇന്ന ക്ലബിൽ നിന്ന്, തൊട്ടടുത്ത നെയ്ബറിംഗ് ക്ലബിൽ നിന്ന്
35 രജിസ്ട്രേഷനാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഞാനത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ അവിടെ ഇരുന്ന സെക്രട്ടറി എന്നോട് പറയുകയാണ്, അവർക്കൊന്നും ഒരു പണി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സർ, നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വാക്ക് അങ്ങ് പിൻവലിക്കണം. കാരണം ഒരു പണിയില്ലാത്തവരാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മൾ തന്നെ വച്ചു പുലർത്തുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ എന്താണ് അതിനെക്കുറിച്ച് നമ്മളെ വിലയിരുത്തുക എന്നുള്ളൊരു റിയലൈസേഷൻ. സമയത്ത് നമ്മൾ മാനിക്കുന്നു, മറ്റുള്ളവരുടെ സമയത്തെ മാനിക്കുന്നു എന്നുള്ളതിനെ വിചാരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അത് സാധ്യമാകുന്ന അല്ലെങ്കിൽ 35 പേര് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവരെ നമ്മൾ ഇകഴ്ത്തി കാണിക്കുകയല്ല വേണ്ടത്, അവരെ പുകഴ്ത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് പിൻവലിക്കണം എന്ന് പറഞ്ഞ ഒറ്റ നിമിഷത്തിൽ അദ്ദേഹം സോറി പറയുക മാത്രമല്ല, അവരുടെ ക്ലബിൽ നിന്ന് 15 മെമ്പേഴ്സിന്റെ രജിസ്ട്രേഷൻ അപ്പോൾ തരികയുണ്ടായി. തീർച്ചയായിട്ടും അത് നമ്മൾ റിയലൈസ് ചെയ്യാത്തൊരു കാര്യം. ഞാൻ ഇന്നിവിടെ വൈകി വന്ന ഒരാളെ എനിക്ക് ഇവിടെ പറയേണ്ടത്, കാരണം എല്ലാവരുടെയും ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് വന്ന ആൾക്കാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് സമയത്തിന് വേണ്ടിയിട്ട് അവരുടെ സമയത്തെ മാനിച്ച് മുൻകൂട്ടി 10 മിനിറ്റ് നേരത്തെ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിരുന്നാലും ഇന്നവിടെ അബദ്ധവശാൽ അല്ലെങ്കിൽ സാഹചര്യവശാൽ താമസിച്ച് വരേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു എന്നുള്ള വസ്തുതയുണ്ട്. എങ്കിൽ ഞാനത് ഉൾക്കൊണ്ടുകൊണ്ടും അത് ക്ഷമ അയച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആൾക്കാരാണ് ഈ പ്രസ്ഥാനത്തിൽ എന്നുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ദിനേശ് ഷാർപ്പായി അദ്ദേഹത്തിന് ഏറ്റവും മികച്ച രീതിയിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ ഈ ക്ലബിന്റെ പേരിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ചിട്ടയായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്ലബിന്റെ സപ്പോർട്ട്, ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. ഇനിയുള്ള 6 മാസവും ഏറ്റവും നല്ല രീതിയിൽ ക്ലബിനെ ഉത്തരോത്തരം മുന്നോട്ട് നയിക്കുവാനും ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിക്കുവാനും സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഈ 23ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും നേരുന്നു. പുതിയ വർഷം 2025 എല്ലാവർക്കും അഭിവൃദ്ധി നേർന്ന ഒരു വർഷമാവട്ടെ, ഭവിക്കട്ടെ എന്നും മാത്രം പറഞ്ഞു വയ്ക്കുന്നു. തീർച്ചയായിട്ടും ഈ ക്ലബ്ബ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 107ാം വർഷം 107 ഭവനം വച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ 107 ഭവനത്തിനും നമുക്ക് അപ്രൂവൽ ആവലും കൊടുക്കലും ചെയ്തു കഴിഞ്ഞു. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ക്ലബിന് ഇനി ഏതെങ്കിലും ഒരു ഡിസൈനിങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് ഒരു ഭവനം വേണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ ഈ ജനുവരി മാസം തന്നെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള ഒരു കാര്യവും കൂടെ ഇവിടെ പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഡിസ്ട്രിക്റ്റിലെ സമയത്ത് അറിയിക്കുന്ന ചുമതലയുള്ള ഒരിക്കൽ കൂടി എല്ലാ നമ്മുടെ ക്ലബ് മെമ്പേഴ്സിനും എല്ലാവർക്കും സ്വാഗതമാണ്. I'm straight away moving to discharge my duty to introduce our guest of honor, first VDG, KB Shain Kumar. KB Shain Kumar was born into the esteemed Valiyaparambath family in Tripunithura as a son of the late Balagopal and Srimati VG Balagopal. He is married to Miss Manju MD, an active and dedicated lioness. The couple is blessed with 2 children, Siddharth, a talented architect, and Kalyani, a bright 12th grade student. Shain Kumar's journey in Lionism began in the year 2007 when he joined in the Lions Club of Kochi Palace City. Over the years, he has held several significant leadership roles, showcasing his dedication and passion for service. He served as a treasurer of the club in the year 11-12 and took on the presidency in the year 2012-13 and later became the sworn chairman for the year 13-14. His exemplary contributions were widely recognized. He was honored as the best region person for the year 2014-15, Lion of the year 2020-21, and outstanding Lion of the multiple of the same year. He has also excelled in key district level positions including District Chief Project Coordinator, District Chief Program Coordinator, District Cabinet Installation General Convener and District Cabinet Treasurer. In the year 2023-24, he was elected as the second Vice District Governor and he now serves as the first District Governor of our District 318C. His unwavering commitment to Lionism earned him the prestigious 25 members Key Award
from Lions Club International along with his International President's Appreciation Award on 10 occasions. A commerce graduate by education, Lion Shine Kumar is also a passionate cricket player and a successful entrepreneur. He is the Managing Director of Kitchen for Homes and Shapes Interiors, excelling in the field of interior contracting. We extend our heartfelt wishes to Lion KB Shine Kumar for continued success in his personal life, professional life, and unwavering dedication to Lionism. With these few words, I formally introduce our guest of honor, First VDG Lion KB Shine Kumar, to deliver the message for our Charter Day. Thank you. So it is truly a privilege to join you all today. This is a wonderful gathering where we are celebrating not only the official visit of District Governor but also the joyous season of Christmas and the arrival of a new year. I want to express my heartfelt congratulations for all the members of Lions Club of Annual for this meaningful event, and extend my gratitude to all the members and board of directors of the wonderful club, and Merry Christmas and Happy New Year. ഒരു പുതുവർഷം നമുക്ക് മാറി വരുമ്പോൾ നമ്മുടെ കലണ്ടറുകൾ മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാട് കൂടെ അതിലൂടെ മാറുകയാണ്. കലണ്ടർ ഓഫ് ഈവൻസ് ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ആ കലണ്ടർ ഓഫ് ഈവൻസ് നേരത്തെ മാർക്ക് ചെയ്ത് മേക്ക് യുവർ മാർക്ക് എന്ന് പറയുന്ന പോലെ ആ മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ജീവിതത്തിൽ സ്വന്തം ഭാര്യ പച്ചക്കറി അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റും. അല്ലാത്ത സമയത്ത് നേരത്തെ പച്ചക്കറി മേടിച്ചിട്ട് ഒരു ചെറിയ ലിസ്റ്റ് ചെയ്താൽ അത് ഇടുക എന്ന് പറയുന്നു. അത് മേടിച്ചു കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി വരുമ്പോഴാണ് ആ ഒരു സ്ട്രഗിൾ മാറുകയുള്ളൂ. അപ്പം എല്ലാ ജീവിതത്തിലും യാത്രകൾക്കൊക്കെ ഓരോ ഇവൻറ്റ്സിനെ പ്ലാൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഈ പൊതു ലക്ഷ്യം പ്രത്യേകിച്ച് ആഗോളതലത്തിലുള്ള മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം മാറുന്നു. നമ്മൾ ലയൻസ് എന്ന് പറയുന്ന ഒരു ഏകീകൃതമായ ഒരു സംവിധാനത്തിലേക്ക് വരുന്നു. ആ ഭരണകൂടത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിറവുറ്റ പ്രവർത്തനങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുക ഒന്നുമില്ലെങ്കിലും ദുർബലരായ ആളുകൾക്ക് ചെറിയ കൈത്താങ്ങാവാൻ നമ്മുടെ ഈ ചെറിയ സമ്പത്തിനും നമ്മുടെ ചെറിയ കഴിവിനും ഒക്കെ സാധിക്കുമ്പോഴാണ് നമ്മളൊരു മഹാമനുഷ്യരാവുന്നത്. ഈ ക്രിസ്മസിന് പറയുന്ന ഒരു മെസ്സേജിനേക്കാൾ ഉപരി ചാർട്ടർ ഡേക്ക് പറയുന്നൊരു മെസ്സേജ് ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഡിസ്ട്രിക്ട് ഗവർണറും കൂടെ നിങ്ങൾ ചാർട്ടർ മെമ്പേഴ്സിനെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. 1991 ലയൺസ് ക്ലബ് കൊച്ചിൻ സൗത്തിന്റെ ഭാഗമായി വരികയും അതിന്റെ ഭാഗമായി ചാർട്ടർ ചെയ്തിട്ടുള്ള മനോഹരമായ ക്ലബ്ബുകളിൽ 165 ക്ലബ്ബുകൾ ഇപ്പോൾ നിലവിൽ നമുക്കുണ്ട്. അതിലേറ്റവും മനോഹാരിത എന്ന് പറഞ്ഞ ക്ലബ്ബുകളിലൊന്നാണ് ലയൺസ് ക്ലബ് ഓഫ് ആലുവ. അതിന്റെ അന്തസ്സത്ത ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ചുറ്റുമുള്ള എല്ലാ ക്ലബിലും അംഗങ്ങൾ എല്ലാം ഹാജരാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ബിറാൻകുട്ടിയുടെ ഹോട്ടൽ ഈ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് മാത്രം വന്നവരല്ല, ഒരു പ്രസിഡന്റ്, അതായത് ദിനേശ് പൈസാറ് പ്രസിഡന്റ് മാത്രമല്ല സോൺ ചെയർപേഴ്സൺ അടക്കം നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു കോർഡിനേഷനിലേക്ക് വരുന്നു. അതിന്റെ റീജിയൻ ചെയർപേഴ്സൺ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളായിക്കോട്ടെ, പെരുന്നാളുകളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. ഒരു പ്രസിഡന്റ് ഇസ് എ പ്രൊഫൈൽ ഇസ് എൻഡ് ഡിഫറെന്റ്. അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ആ പ്രൊഫൈലിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ആസ് എ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി ഇസ് എ ഡിഫറെന്റ് പ്രൊഫൈൽ. ആ പ്രൊഫൈല് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ടീം വർക്കിന്റെ കാഴ്ചപ്പാടുമാണ് നമ്മൾ ഒരു കൊല്ലം ഏറ്റവും ഭംഗിയായി സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ദിനേശ് പൈസാർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ നൈബറിംഗ് ക്ലബ്സിനെ ഒരു വിളിച്ച് ആ നൈബറിംഗ് ക്ലബിലെ ആളുകൾ ഇതിലേക്ക് ഈ ഒരു മീറ്റിംഗിൽ വരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. സുരേന്ദ്രനുണ്ട്, ജെറോംബായി ഉണ്ട്, ജെറോംബായി ഹോം ക്ലബാണ്, സന്തോഷ് ശേഖരുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ടാകുന്ന സന്തോഷം. മെട്രോയിലെ ബിനുണ്ട്. അപ്പോ ഈ 3-4 ക്ലബിലെ അംഗങ്ങൾ ഇവിടെ വരിക എന്നുള്ളത് ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ ആ മീറ്റിംഗിലേക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ കൃത്യമായി കൊടുക്കുക.
അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യകത, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ചിന്ത അവിടെ വരണേ. നമ്മളെ കല്യാണങ്ങൾ നടത്തും, ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കും, വലിയ വലിയ ജഡ്ജിന്റെ വണ്ടി വരും, MLA വരും, ഇതൊക്കെ വരുമ്പോൾ അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരൊക്കെ വന്നതൊക്കെ വലിയ വലിയ ഒരു ഭാഗം തന്നെയാണെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ഗവർണറിന്റെ ഒഫീഷ്യൽ വിസിറ്റ് വരുമ്പോൾ ആ ഒഫീഷ്യൽ വിസിറ്റിൽ നൈബറിംഗ് ക്ലബിനെ കൂടെ ജോയിൻ ചെയ്യിക്കുന്ന ഈ മാതൃകാപരമായ ലയൺ പ്രസിഡന്റിനും ആലുവ ദേശത്തിന്റെ പ്രസിഡന്റ് ലയൺ ദിനേശ് ഭായിക്കും സെക്രട്ടറിക്കും ട്രഷറർക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും എൻ്റെ ഹൃദയംഗമായ ഒരു അഭിനന്ദനം ആദ്യം അർപ്പിക്കുകയാണ്. ഞാൻ ആലുവ ദേശം ലയൺസ് ക്ലബിലൂടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഞാനൊരു റീജിയൻ ചെയർപേഴ്സൺ ആയി. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രസിഡന്റ് വരും, സോൺ ചെയർപേഴ്സൺ റീജിയൻ ചെയർപേഴ്സൺ ആവും. അപ്പൊ റീജിയൻ ചെയർപേഴ്സൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ക്ലബിലേക്ക് പോകാനുള്ള അധികാരം പറയും. നമ്മുടെ ടെറിട്ടറി 8 ക്ലബിൽ ഒതുങ്ങും. ആ 8 ക്ലബിൽ ഒതുങ്ങുമ്പോൾ ആ 8 ക്ലബിൽ ഒതുങ്ങിയാലും ഒരു 9ാമത്തെ ക്ലബ്ബ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ റീജിയൻ ചെയർപേഴ്സൺ എന്ന രീതിയിൽ മറ്റൊരു റീജിയൻ ചെയർപേഴ്സണോട് നമുക്ക് വലിയ ഒരു ബന്ധവും സ്വാധീനവും ഉണ്ടാകും. ആ സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലും അവിടെ ഒരു ഇരിപ്പിടം കിട്ടും. ഇപ്പൊ വിസിറ്റിംഗ് സോൺ ചെയർപേഴ്സൺ, വിസിറ്റിംഗ് റീജിയൻ ചെയർപേഴ്സൺ ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയാണ്. ആ വിസിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ആ ടെറിട്ടറി മാറിയിട്ട് വേറെ ടെറിട്ടറിയിലേക്ക് പോകാനായിട്ട് നമുക്കൊരു വലിയ ഒരു ആവശ്യകത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നമുക്ക് അത് ചിലപ്പോൾ നടക്കില്ല. ഒരുപക്ഷെ ആലുവ എന്ന് പറയുന്ന വലിയ പ്രദേശത്ത് വലിയ സേവനത്തെ ഇഷ്ടപ്പെടുന്ന വലിയ ഭീമമായ സ്ഥലത്ത് ഞാൻ പറയുന്നത് 10 കൊല്ലം 15 കൊല്ലം കൊണ്ടുണ്ടായ ക്ലബ്ബുകൾ 2 3 ആയിരിക്കും. ബാക്കിയുള്ള ആലുവയിലെ എല്ലാ ക്ലബ്ബുകളും എടുത്താലും വലിയ 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 സംവിധാനങ്ങളും വലിയ 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 ആശയങ്ങളും ഒക്കെ മുൻകാലങ്ങളിൽ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് യൂണിവേഴ്സിറ്റിക്കും ലയൺസ് ഇന്റർനാഷണൽ ചെയ്ത അംഗങ്ങളാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളതെന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. ആ ഒരു സമയത്താണ് ഞാനും ഒരു സോൺ ചെയർപേഴ്സൺ, റീജിയൻ ചെയർപേഴ്സൺ ആകുമ്പോൾ എൻ്റെ കൂടെ സോൺ ചെയർപേഴ്സണും റീജിയൻ ചെയർപേഴ്സണും ആയ ഒരാളാണ് ഈ ലയൺസ് ക്ലബിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഭയങ്കര അഹങ്കാരവും വലിയ ഒരു അധികാര മനോഭാവവും ഒക്കെ കൂടുതലായിട്ട് ശക്തി വരും. അപ്പൊ അതിലൊരാളാണ് ലയൺ TT ജേക്കബ് സർ. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പിന്നുകളാകെ കിട്ടുന്ന വളരെ വിരളമായ പിന്നുകളുള്ളൂ. 15 പിന്നുകൾ 16 പിന്നുകൾ നമുക്ക് ഇന്റർനാഷണൽ കിട്ടും. ദാറ്റ് ഇസ് മേക്ക് യുവർ മാർക്ക്. ആ പിന്ന് ഇവിടെ പുതിയിട്ടില്ല, ഇന്റർനാഷണൽ പിന്നാണ്. ഞാൻ പെർമിഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഡിസ്ട്രിക്ട് ഗവർണർ എനിക്ക് കിട്ടിയൊരു പിന്നെ അദ്ദേഹത്തിന് പുതിയ കൊടുക്കാൻ ദാറ്റ് ഈസ് മൈ റിലേറ്റീവ് അഡോൺ മൈ കോർ region chairperson like TT Jacob sir, please come forward. That is my കൂടുതലായി നിങ്ങൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊന്നും എന്നെ ഒരു ഉപദ്രവകരമായി കരുതണ്ട. പ്രിയപ്പെട്ട രാജൻ നമ്പൂതിരി പറഞ്ഞു. രാജൻ നമ്പൂതിരി ഒരു കൊല്ലം നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറായി വരുമ്പോൾ എന്താണ് ചെയ്തത്, എന്താണ് അദ്ദേഹത്തിന്റെ വിഷൻ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യകത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യകത കമ്മ്യൂണിറ്റിയോട് എന്തായിരുന്നു എന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ മഹത്തായ നമ്മുടെ ഡിസ്ട്രിക്ട് യൂണിവേഴ്സിറ്റിയിൽ പലരും മനസ്സിലാക്കില്ല. ഓരോരുത്തരുടെ യാത്രകളിൽ വളരെ സജ്ജമാണെങ്കിൽ ഞാനിപ്പോഴും പറയും 24/7 ഒന്നും ലയൺസ് ഇന്റർനാഷണൽ ഒന്നും വർക്ക് ചെയ്യണ്ട. എല്ലാവരും വിചാരിക്കും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറഞ്ഞു. പക്ഷെ എങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ഡിസ്ട്രിക്ട് ഗവർണർ, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ തൊട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ ടൈം മാനേജ്മെന്റ് എപ്പോഴും പഞ്ചലായി എത്ര യാത്ര ചെയ്താലും തിരക്കുള്ള സിറ്റിക്കകത്തേക്ക് വരുമ്പോഴും നമ്മൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ക്ഷമാപണമൊന്നുമില്ല. നമുക്കെന്താ ക്ഷമാപണം? നമ്മുടെ ടൗണിനെ മര്യാദപൂർവ്വം മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്തും നമുക്ക് ക്ഷമ പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ആവശ്യകത. പിന്നെ ടൈം മാനേജ്മെന്റ്, ഇറ്റ്സ് ഓക്കെ ബീയിങ് എ ടൈം മാനേജ്മെന്റ് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ ലൈൻ ലീഡേഴ്സ് അല്ലെങ്കിൽ ആസ് എ ലീഡർ നമുക്ക് ടൈം മാനേജ്മെന്റ് വേണം എന്നുള്ളത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് നിങ്ങളോട് അദ്ദേഹം പോലും പറഞ്ഞില്ല, പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഏറ്റവും വലിയ ഭാഗമായ ഒരു സ്ഥലത്തൂടെ ചുറ്റും എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് ഈ സമയത്തിന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ലയൺസ് ഇന്റർനാഷണൽ ആഗോള തലത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന സേവനത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് എല്ലാം ഒന്നും ചിലപ്പോൾ ഒരു ഗവർണർ സക്സസ് ആവില്ല. എടുത്തു വെച്ച സക്സസ് ആക്കിയിട്ട് ഒരാളാണ് രാജൻ നമ്പൂതിരി, എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരു കാര്യമുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ സർവീസിൽ 100 വീടുകൾ പറഞ്ഞ് 125 വീടുകളാവുന്നു. ഇന്ന് 66ാമത്തെ വീട് ആലുവ ഹോസ്റ്റലിൽ അധികം കല്ലിട്ടിട്ട് വരാം. 66 വീടിന്റെ കല്ലിടുമ്പോൾ 66 കുടുംബങ്ങൾ ജീവിക്കുന്നത്.
അദ്ദേഹത്തെ കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ടീമുകൾക്കും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വിഷ്ണുതയുടെ ഭാഗമായി ഇതിന്റെയൊക്കെ ഭാഗമായി സഞ്ചരിക്കുന്ന ആളാണ് സാജു, അതുപോലെ സാംസണും, അതുപോലെ ഈ ഇരിക്കുന്ന എല്ലാവരും റീജിയൻ ചെയർപേഴ്സൺ, സോൺ ചെയർപേഴ്സൺ ഒക്കെ അടക്കം. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ നടന്നു എന്നൊന്നും മനസ്സിലാക്കണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ ഹ്യൂമാനിറ്റേറിയൻ സർവീസിന്റെ ഭാഗമല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു സാധനമുണ്ട്. എവിടെ പ്രതിസന്ധികളുണ്ടോ വിപരീതത്തിനെ പ്രതിരോധം കൊണ്ട് ഈസിയാക്കി എടുക്കുന്നവരാണ് ലയൺസ് നേതാക്കന്മാർ. നിങ്ങളിരിക്കുന്ന അംബികാർ സ്പോർട്സ് ക്ലബിലല്ല, വർഷങ്ങളായിട്ട് പാരമ്പര്യം ഉണ്ടെങ്കിലും പുതിയ മെമ്പർമാരുണ്ടെങ്കിലും പുതിയ ക്ലബിന്റെ നൈബർ ക്ലബ് ഉണ്ടെങ്കിലും നിങ്ങളിരിക്കുന്നത് ഈ സർക്കുലർ എന്ന് പറയുന്ന ഈ സ്ഥലം ഏകീകൃതമായി പൊതുലക്ഷ്യം എന്നല്ല, ലയൺസിന്റെ പൊതുലക്ഷ്യം അംഗീകരിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് കഴിവായിക്കോട്ടെ, നിങ്ങളുടെ അറിവായിക്കോട്ടെ, നിങ്ങളുടെ സമ്പാദ്യമായിക്കോട്ടെ, അതിന്റെ 1% ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഏകീകൃത ഭരണകൂടത്തിന്റെ ഭാഗങ്ങളാണ് നിങ്ങളെന്ന് ചിന്തിച്ചാൽ ഒന്നും നമുക്കെതിരല്ല. ഏത് പ്രതിസന്ധികളെയും കൂട്ടായി നേരിടാൻ സാധിക്കും. അപ്പൊ ആ നേരിടുന്ന കൂട്ടായ പ്രതിസന്ധിയുടെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ട രാജൻ എൻ നമ്പൂതിരിയുടെ കൊല്ലം. വയനാട് ദുരന്തം വരുന്നു, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറുന്നു. ആ ദുരന്തത്തിൽ ഗവർണർ ഒറ്റ മെസ്സേജ്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഒറ്റ മെസ്സേജ്, 25 ലക്ഷം രൂപ ഡിസ്ട്രിക്ട് കൊടുക്കുന്നു. 6 ദിവസം വന്ന് കൈയടിക്കാത്ത എന്താ? അപ്പൊ ഈ 6,25 ലക്ഷം രൂപ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് രാജൻ നമ്പൂതിരിയുടെ വലിയ ക്രെഡിറ്റായിട്ട് പറയുന്നില്ല. രാജൻ നമ്പൂതിരിയുടെ ലീഡർഷിപ്പിന്റെ ഒരു ഭാഗവും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ലീഡർഷിപ്പിന്റെ ഭാഗവുമാണെന്ന് പറയാം. അത് ഏത് കൊല്ലവും ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ ആ സംഭവിച്ച തുക കൃത്യമായിട്ട് മൾട്ടിപ്പിളിനെ അറിയിക്കുക. നമുക്കൊരു വലിയ ഭരണകൂടത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ മൾട്ടിപ്പിളിനെ അറിയിച്ച് ആ മൾട്ടിപ്പിൾ കൃത്യമായിട്ട് അതിനെ നിയന്ത്രിക്കുകയും അതിന്റെ ഭാഗമായി വയനാട് എന്ന് മേഖല സന്ദർശിക്കുകയും രാജൻ നമ്പൂതിരി അടക്കം സന്ദർശിക്കുകയും ഇതേ രാജൻ നമ്പൂതിരി കമ്മിറ്റി അംഗമായി ഡിസ്ട്രിക്ട് ഗവർണറുടെ അംഗമായി അവിടെ ചെല്ലുകയും 3.5 കോടി രൂപയുടെ അവിടെ കുറെ 250 വീട് ഒഴിഞ്ഞു പോയി. 250 വീട് വയ്ക്കാൻ കേരളത്തിന് പ്രാപ്തിയില്ലാത്ത ഒരു കോർപ്പറേറ്റ് ആളുകളും ഇല്ല. എല്ലാവരും കൊടുക്കും സഹായം. പക്ഷെ വളരെ ചിന്താപൂർവ്വം രാജൻ നമ്പൂതിരി അടക്കമുള്ള കമ്മിറ്റി ചിന്താപൂർവമായി നോക്കിയതെന്താ, അവിടുത്തെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് 3.5 കോടി രൂപയ്ക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളെ ഇത് കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കാൻ 5-ാം തീയതി പ്രിയപ്പെട്ട രാജൻ നമ്പൂതിരി പോകാം. നമ്മുടെ ഗവർണറുടെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ അഡ്വാൻസ്. ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിന് ഒന്നും കുറ്റം പറയല്ല, ഡിസ്ട്രിക്ട് പിരിവൊന്നുമില്ല. എന്റെ ഗവർണർ ആദ്യം കൊണ്ട് അതിന്റെ രജിസ്ട്രേഷൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൃദയമായി നമുക്ക് അതിനെ കാത്തു സൂക്ഷിക്കാനും അതിനെ ആ തേങ്ങലിന് അതിനെ സഹതപിക്കല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്ലോകനം വായിച്ചു, സഹതാപത്തിൽ ഒരു കാര്യവുമില്ല, അതിലിറങ്ങി പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ വലിയൊരു ശ്ലോകം അദ്ദേഹം ചെയ്യുന്നു എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ മഹനീയമായ ക്ലബിന്റെ ചാർട്ടർ ഡേക്ക് എല്ലാവിധ ആശംസകളും. ഒരു ചാർട്ടേഡ് മെമ്പർ എന്ന രീതിയിൽ ഇതിനത്തെ ഒരു കർത്ത ജീവിതമായി ഫാമിലി മെമ്പർ ഞാൻ ദിനേശനോട് ചോദിക്കുമായിരുന്നു. ഏകദേശം 91-ൽ തുടങ്ങി മഹത്തായ ക്ലബ്ബ് വീണ്ടും 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 മഹത്തായ സേവന പ്രവർത്തനങ്ങളുമായി പോകുന്നുവെന്നതിൽ വലിയ സന്തോഷമുണ്ട്. എളിയവനായ ഞാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെയൊക്കെ വോട്ടൊക്കെ കിട്ടിയാൽ ഞാനും ഒരു ഗവർണറായി വരും. അപ്പൊ നിങ്ങളെല്ലാവരുടെയും പിന്തുണയും ശക്തമായി വരണം. ക്യാബിനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പവറാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ക്യാബിനറ്റിൽ അംഗമാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻ കൃത്യമായി കൊടുത്തുകൊണ്ട് ആ ക്യാബിനറ്റിനെ വളരെ ഭംഗിയാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ വേദിയിലിരിക്കുന്ന ചില വ്യക്തികളെ 2 വാക്കുകൾ പറയാനുള്ള പെർമിഷൻ എടുത്തുകൊണ്ട്, ഒരുപക്ഷെ ലയൺസ് ഇന്റർനാഷണൽ 100 വർഷം മഹനീയമായ പ്രവർത്തനങ്ങൾ ചെയ്ത് 100 വർഷം 107 വർഷം പിന്നിടുമ്പോൾ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ SFK എന്ന രീതിയിൽ ഏറ്റെടുത്തിട്ട് ഏറ്റവും മികച്ച പ്രവർത്തനം ചെയ്യുന്ന ക്യാപ്റ്റൻ വിനു വർഗീസിന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ. റീജിയൻ ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഏറ്റവും മികച്ചതായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുനിലിനും എന്റെ അഭിനന്ദനങ്ങൾ. സോൺ ചെയർപേഴ്സൺ പി കോയിക്കര. അതിനേക്കാൾ ഉപരി ഒരു ഗവർണർ, ഞാൻ ഇന്നുവരെ കണ്ടതിൽ ഒരു 15 കൊല്ലമായി ലയൺസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി മാറുകയല്ല, നേതൃത്വ നിലയിൽ വന്നു. ഒരു ഗവർണറുടെ കൂടെ എപ്പോഴും നമ്മൾ ഒരു ഗവർണർ വിസിറ്റ് ഒക്കെ വയ്ക്കാനായിട്ട് ഒരു വിഷൻ സെക്രട്ടറി ഒക്കെ വയ്ക്കാം. ഞാൻ എൻ്റെ ഡിഫറെന്റ് ശ്രീകുമാർ, ദാറ്റ്സ് എ മോനു, ഞങ്ങളെല്ലാം പെട്ടപ്പേരെന്ന് പറയും, പഞ്ചായത്തിലേക്ക് പെട്ടപ്പേര് മോനു. ആ മോനു ഒരു ബുക്ക് എടുത്തന്നെ കാണിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ജീവിതത്തില് ഇത്ര ഞാൻ ക്യാബിനറ്റ് ട്രഷറായിട്ടുണ്ട്, ഇത്ര യാത്ര ചെയ്തിട്ടുണ്ട്, ഏറ്റവും വലിയ സന്തോഷമാണ്. അദ്ദേഹം അതിലെല്ലാം നോട്ട് ചെയ്തേക്കാണ്. ഒരു മരം അദ്ദേഹം കൊണ്ടിടും, ഗവർണറുടെ രീതി അനുസരിച്ച് ഒരു മരം. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും കേട്ടോ.
100% ഞാനിത് കണ്ടിന്യൂ ചെയ്യും, നല്ലത് കണ്ടിന്യൂ ചെയ്യും. അതായത് കണ്ടിന്യൂ ചെയ്തപ്പോൾ ഒരാൾ ചെയ്തത് എന്നതിനേക്കാൾ ഉപരി നല്ലതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്നുള്ള വലിയ ഒരു വസ്തുത എനിക്കുണ്ട്. തീർച്ചയായിട്ടും മോനുവിന് ഞാൻ കണ്ടതിൽ വെച്ച്, എൻ്റെ ഒരു ചെറിയ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ടൈമിലി മാനേജ് ചെയ്യുന്ന മോനുവിന് എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ക്ലബിന്റെ ചാർട്ടർ ഡേ എന്നും 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 ആദരിക്കപ്പെടട്ടെ. ചാർട്ടർ ആളുകൾക്ക് എന്നും 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 എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ആരോഗ്യങ്ങൾക്കെല്ലാം ഒരു പുതുവത്സര നന്മകളും എല്ലാം നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലൈഫ്. മേക്ക് യുവർ മാർക്ക്. എന്തോ മാർക്ക് ഉണ്ടാവണം കേട്ടോ. ആ ഏക്കർ സ്ഥലം വീണ്ടും വീണ്ടും എൻ്റെ കൊല്ലം ഒരു 5 തന്നെ വേണം. അങ്ങനെ നമുക്ക് വീടും. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ലയൺസ് ക്ലബ് ഓഫ് ആലുവ ദേശം എല്ലാ കാര്യങ്ങളിലും ഡിസ്ട്രിക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എനിക്ക് അത് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. ഏതൊരു ഗവർണർ വന്നാലും ആ ഗവർണർക്ക് ഒരു വിഷൻ ഉണ്ടാവും. പ്രോഗ്രാംസും പ്രൊജക്ട്സും ഇങ്ങനെ ആവണം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. ഡിസ്ട്രിക്ട് ഗവർണർ ഒരു ടീം സെറ്റപ്പ് ചെയ്യുമ്പോൾ അതൊരു ടീം വർക്കായിട്ട് പോകുമ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് ഒരു ഇംപ്ലിമെന്റേഷൻ ഫോഴ്സ് ആണ്. പക്ഷേ അത് ഫിൽട്ടർ ചെയ്ത് 125ഓളം ക്ലബുകളിലും ആ ക്ലബുകളിലെ PSTസും അതുപോലെ എല്ലാ മെമ്പേഴ്സും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രൊജക്ട്സും പ്രോഗ്രാംസും അതുപോലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഈ വർഷം ഈ 6 മാസം ഗവർണറുടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആലുവ ദേശം പോലെയുള്ള കമ്മീഷൻ മെമ്പേഴ്സുള്ള ഈ 125 ക്ലബുകളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഗവർണറുടെയും അഡ്മിനിസ്ട്രേഷന്റെയും എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയോടെ രേഖപ്പെടുത്തുകയാണ് ആലുവ ദേശത്തിലെ ഓരോ മെമ്പേഴ്സിനും. അതുപോലെ തന്നെ പ്രസിഡന്റിനും നമ്മുടെ ദിനേശ് ചേട്ടനും സെക്രട്ടറിക്കും ട്രഷറർക്കും എല്ലാ അഭിനന്ദനങ്ങളും. തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിൽ ഇന്റർനാഷണൽ ക്ലബ് എക്സലൻസ് നേടിയ ക്ലബാണിത്. ഇനിയും ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്. ഇനിയുള്ള വർഷങ്ങളിൽ ഇതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ക്ലബിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരു 6 മാസം കൂടിയുണ്ട്. ഗവർണർക്ക് ഇതേപോലെ കൊടുത്തിരിക്കുന്ന ഈ 6 മാസത്തെ സപ്പോർട്ട് എല്ലാ മെമ്പേഴ്സും കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഈ സമയത്തൊരു പണ്ട് ഇതുപോലൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ലോങ് സ്പീച്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയെ കവിതയെല്ലാം വേണ്ടി വിളിച്ചു, റെസിറ്റേഷൻ. ഇടയ്ക്ക് നമ്മൾ പുട്ടിൻ്റെ ഇടയ്ക്ക് പീരാന്ന് പറയുന്ന ഇടയ്ക്ക് പാട്ടും കവിതയും. അവനൊരു സ്വല്പം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനായതുകൊണ്ട് അവൻ കയ്യിലിരുന്ന കവിത മടക്കി വെച്ചിട്ട് ജൂലിയസ് സീസർ എന്ന് പറഞ്ഞൊരു കവിതയെ കണ്ട് വായിക്കണം. അത് വളരെ സിമ്പിൾ, 4 ലൈനേ ഉള്ളൂ. Julius Caesar was a great king. He ruled many men. He gave long speeches. People killed him. ഞാൻ അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ ഈ സമയത്ത് കൂടുതൽ സ്പീച്ച് പറഞ്ഞാലത്തെ സ്ഥിതി എനിക്കറിയാം. പക്ഷേ ഈ ഒരു ക്ലബ്ബ് ഏറ്റവും മികച്ച ഒരു ക്ലബ്ബാണ്. ഇതിൻ്റെ ജൈത്രയാത്ര ഇനിയും തുടരട്ടെ. ഡിസ്ട്രിക്റ്റിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന, അതുപോലെ ജേക്കബ് സാറിനെ പോലെ വളരെ സമരസുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ക്ലബ്ബാണ്. നിങ്ങളുടെ ഈ ക്ലബിന് എല്ലാ ശുഭയാത്രയും മുന്നോട്ട് നേർന്നുകൊണ്ട് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക്.
പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നന്ദി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഒരു റീജിയൻ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് വലിയ സപ്പോർട്ടാണ് ആലുവ ദേശീയ ക്ലബ്ബ് തന്നിരിക്കുന്നത്. അതിനുള്ള എൻ്റെ അങ്ങേയറ്റത്തെ നന്ദി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ക്ലബ്ബാണ് എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് മെമ്പർഷിപ്പ്. പക്ഷേ അവരുടെ പ്രവർത്തനം മിക്കവാറും എല്ലാ മേഖലയിലും എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു PST ആണ് ഈ ക്ലബിനുള്ളത്. ഏറ്റവും ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് ഗ്രോത്തിൽ ഒന്ന് പിന്നീടുള്ള കുറച്ച് മാസങ്ങളിൽ അടുത്ത മാസങ്ങളിൽ കൊണ്ടിട്ട് കുറച്ച് മെമ്പേഴ്സിനെ എടുക്കുകയും അതുപോലെ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടാണ് സെക്രട്ടറി വായിച്ചത്. അതെല്ലാം നമുക്ക് ഇന്റർനാഷണലിലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കും കൂടി കറക്റ്റായിട്ടൊന്ന് പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് കൂടി മേടിച്ചെടുക്കാൻ സാധിക്കും. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു വർഷം ഗംഭീരമായിട്ടൊരു വർഷമായിട്ട് നമുക്ക് ഒരുമിച്ച് മാറ്റാം എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ക്ലബിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 2 വാക്ക് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ MC എന്നെ വിളിച്ചപ്പോൾ ഞാനും 2 വാക്ക് സംസാരിക്കാൻ തീരുമാനിച്ചു. എൻ്റെ പ്രൊജക്റ്റ് നിങ്ങളിവിടെ കേട്ടതുപോലെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പുരാതനമായ പ്രൊജക്റ്റാണ്. കുട്ടികളിലുള്ള അന്ധനിവാരണ പ്രൊജക്റ്റ്. അത് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാവർക്കും കണ്ണട കൊടുക്കുന്ന പ്രൊജക്റ്റാണ്. അത് ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സുനിൽ RC ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടുത്ത ഡേറ്റ് മെഡിക്കൽ ക്യാമ്പ് ഒരു ഡേറ്റ് ഓൾറെഡി ഞാൻ RC ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ സഹകരിച്ച് എല്ലാ ദിവസവും ആ പർട്ടിക്കുലർ ഡേ എല്ലാവരും അതിന് ഹാജരായി നമുക്ക് നല്ലൊരു പ്രൊജക്റ്റാണ് അവിടെ ചെയ്യുന്നതായിരിക്കും. ഇന്നിവിടെ എന്നെ ക്ഷണിച്ച പ്രസിഡന്റിനും ദിനേശ് സാറ്, സെക്രട്ടറി ബിജു, ട്രഷറർ സർ and each and everybody presented, I extend a warm regard to and gratitude to each and everybody. You have a legacy of 35 years in Lioness. You should actually appreciate and adore each and every members who had started this club, who actually chartered this club. I would like to mention here a good salute to each and every chartered member who started such a service club, and your service, knowingly or unknowingly, it is impacting the society and the persons in need. We keep that in mind, keep up the great work. Before I sign off, I would like to mention both the chartered accountants who had said, who had actually നമ്മളുടെ ഗസ്റ്റുകളെ ഇവിടെ പരിചയപ്പെടുത്തിയവർക്കും എനർജി ഇനിയും നമുക്കത് കൂടുതൽ സർവീസ് ചെയ്യാനായിട്ട് ഉത്തേജനം ഉണ്ടാകുകയും അത് നമ്മൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. സോ ഫൈനലി ഐ ബിലോങ് ടു ലയൺസ് ക്ലബ് ഓഫ് കൊച്ചിൻ സ്മാർട്ട് സിറ്റി. ടൗണിലുള്ള ക്ലബ്ബാണ്. ഞങ്ങളും ക്യാബിനറ്റ് മെമ്പേഴ്സ് ഒക്കെ ഞാൻ പരിചയപ്പെടാറുള്ളതാണ്. എല്ലാ ക്യാബിനറ്റും സീനിയർ മെമ്പേഴ്സ് കൂടെ ഉണ്ട്. ഐ എക്സ്റ്റെൻഡ് lot of love and regards from my own club, Lions Club of Kochi Smart City. And I take this opportunity to wish each and everybody a warm, wonderful, happy new year, a fantastic, fabulous, happy new year to each and everybody. Thank you, thank you. ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ആലുവ ദേശം ലയൺസ് ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന ലയൺ രാജൻ N നമ്പൂതിരി ഫാമിലി ഡിസ്ട്രിക്ട് ഗവർണർ നന്ദി രേഖപ്പെടുത്തുന്നു. ലയൺ KB ഷൈൻകുമാറിനും MJF-നും ഫസ്റ്റ് VD-ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അതിനിടയിൽ 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ പോവുകയാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരിയുടെ നല്ലൊരു മനസ്സിനാണ് നമ്മളത് കാണേണ്ടത്. എത്രയോ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ആ ഒരു മനസ്സ് വളരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു നല്ലൊരു മനസ്സുള്ളവരാണ് നമ്മൾ ഇന്നും ഈ നിലയിൽ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പിന്നെ സാധാരണക്കാരായ ആ ഒരു അത്താണിയാണ് നമ്മുടെ ലയൺസ് ക്ലബ്ബ്. ഇല്ലായ്മയും ഇല്ലാത്തതും ഉള്ളതും കണക്കിലെടുത്തുകൊണ്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു മനസ്സ് നമുക്കുള്ളത് എല്ലാവർക്കും നല്ലതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും
ആലുവ ലയൺസ് ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.